അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഈ അടുത്തിറങ്ങിയ ഷെയ്ഖുന ഉസ്താദിൻ്റെ ജീവിത പുസ്തകമായ ജീവിതം ഇതുവരെ എന്ന പുസ്തകത്തെ പറ്റി ഡിസ്കഷൻ ചെയ്യാനാണ്. തീർച്ചയായിട്ടും ഒരു ആത്മകഥ എഴുതുന്നത്, മറ്റുള്ളവർ കഥ എഴുതുന്നത് സ്വന്തം പുരോഗതിക്ക് വേണ്ടിയോ ഇങ്ങനെ ചില ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ വലിയ ഉസ്താദിൻ്റെ കഠിന പ്രയത്നങ്ങളും അതിൽ നിന്ന് മുന്നേറി വന്ന കഥകളും എല്ലാം ഇതിലൂടെ പറഞ്ഞുകൊണ്ട്, അതും വലിയ ഉസ്താദല്ല എഴുതിയിരിക്കുന്നത്, ഗിരീഷ് കുമാർ, അദ്ദേഹം മാധ്യമത്തിലെ പത്രപ്രവർത്തകനാണ്. അങ്ങനെ വലിയ ഉസ്താദ് ഷെയ്ഖുന വലിയ ഉസ്താദിൻ്റെ ജീവിതകഥ എഴുതിയതിന് പിന്നിൽ ഒരു സമൂഹത്തെ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന ഒരു ഉത്തമ ബോധ്യമുണ്ട് എന്ന് അതിലെ ഓരോ വരികളും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. തങ്ങൾ ഉസ്താദ് കാണിക്കുന്ന ഒരു കമ്പാഷൻ, അനുകമ്പ, ഒരു ആളുടെ പേര് എത്ര വർഷക്കാലം കഴിഞ്ഞാലും മറക്കുകയില്ല. നമ്മളെ സ്കൂളിലേക്ക് അവിടുത്തെ ഫെസ്റ്റിന് ഗസ്റ്റായിത്തിരിക്കുന്ന ഗിരീഷ് കുമാറായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഓരോ ദിവസവും നിശ്ചയിക്കപ്പെട്ട ഏടുകൾ എഴുതിയിട്ട് തങ്ങൾ ഉസ്താദിന് വായിച്ചു കൊടുക്കണം. അപ്പോൾ തങ്ങൾ ഉസ്താദ് പറയും, ഇതിങ്ങനെയല്ല, ഇതിൽ കുറച്ചാളുകളുടെ പേര് കൂടി കൂട്ടാനുണ്ട്, ഇതിത്ര പോരാ. ആ തങ്ങൾ ഉസ്താദിൻ്റെ ഒരു മനസ്സ്, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുക. നമ്മുടെ ഒപ്പം എത്തിയിരിക്കുന്നത് പ്രൊഫസർ യാസിൻ കൊല്ലം, ഗിരീഷ് കുമാറിൻ്റെ സഹപ്രവർത്തകനായ അഹമ്മദ് സിനാൻ സാർ എന്നിവരാണ്. അപ്പം നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. സിനാൻ സാർ, ഗിരീഷ് കുമാറിൻ്റെ സഹപ്രവർത്തകൻ എന്ന നിലക്ക് എങ്ങനെയാണ് തങ്ങൾ ഉസ്താദ് ആ ബന്ധം, അതെങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തരാമോ? ബന്ധം എന്ന് പറഞ്ഞാൽ, ആദ്യമായി ഗിരീഷ് കുമാറിനെ വിളിച്ച് ഫോൺ വിളിക്കുകയാണ്. ആ ഫോണിലൂടെ കാര്യങ്ങൾ പറയുകയും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഗിരീഷ് കുമാർ പറയുന്നുണ്ട്, എൻ്റെ വീട് ഇവിടെയല്ല, ആലപ്പുഴയിൽ ചേർത്തലയിലാണ്, അത്ര ദൂരമുണ്ടെന്ന്. അപ്പോൾ വിളിച്ച പറഞ്ഞ മറുപടി, ഞങ്ങൾ അവിടേക്ക് തന്നെയാണ് വരുന്നതെന്നാണ്. അങ്ങനെ അവിടേക്ക് വരികയും അവിടെ ആരോ മരിച്ചിരുന്നു, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് വെല്ലിസ്റ്റ തിരിച്ചു പോകുന്നത്. ഗിരീഷ് കുമാർ വിചാരിച്ചത് ആലപ്പുഴയിലേക്കൊന്നും വരില്ല എന്നായിരുന്നല്ലേ? അതാണ് പറയുന്നത്, വെല്ലിസ്താദിൻ്റെ ഒരു മനോഭാവം. ഒരാൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതോ അതേ രീതിയിൽ തന്നെ. അതിപ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും താഴ്ന്നു കൊടുക്കേണ്ടി വരും. അതിനൊരു മടിയില്ലാതെ അത്രത്തോളം വിനയത്തോടെ തങ്ങളെക്കാൾ ചെറിയ സ്ഥാനമുള്ളവരേക്കരം, പക്ഷെ എന്നാലും അവരെ തങ്ങളെക്കാൾ മുകളിലുള്ളവരായി കണ്ട് അവരെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഗിരീഷ് കുമാർ ഗസ്റ്റ് വന്നപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഈ മഅദിനിലേക്ക് ഇടക്കിടക്ക് വരുമ്പോഴും ഒരു പോസിറ്റീവ് എനർജിയോടെ നമ്മൾ തിരിച്ചു പോവുക. ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെ വീണ്ടും വീണ്ടും മഅദിനിലേക്ക് എത്തിക്കുന്നതാണ് അദ്ദേഹം ഇതിനു മുമ്പ് നടന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർത്തും തങ്ങൾ ഉസ്താദിൻ്റെ ആതിഥേയത്വ മര്യാദ അത് വളരെയധികം വിലമതിക്കാത്തതാണ്. റസൂൽ എങ്ങനെയാണോ അതിഥികളെ സൽക്കരിച്ച് അത് അതേപടി ജീവിതത്തിൽ പകർത്തുകയാണ് ഷെയ്ഖുന ഉസ്താദ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്രൊഫസർ യാസിനോട് ചോദിക്കാം, എന്താണ് താങ്കൾക്ക് ഇതിൻ്റെ വീക്ഷണം? ഇപ്പം ജീവിതം ഇതുവരെ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് വലിയുസ്താദിൻ്റെ ജീവിതകഥ മാത്രമല്ല, അതെന്ന് പറയാൻ നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷനും നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ആവശ്യമായ എല്ലാ പാഠങ്ങളും ലഭിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. ഇപ്പം നമുക്കറിയാം, വലിയുസ്താദ് പല രാജ്യങ്ങളും സന്ദർശിക്കുന്ന ഒരാളാണ്. വലിയുസ്താദ് പല രാജ്യങ്ങളും സന്ദർശിച്ച് വലിയുസ്താദ് അവിടുന്ന് പല അറിവുകൾ നേടും. എന്നിട്ട് ഈ യാത്രയിൽ വലിയുസ്താദിന് വരുന്ന ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വലിയുസ്താദ് നേരിടേണ്ടി വരും. ഇപ്പോൾ വലിയുസ്താദ് നേരിടുന്ന ഈ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവിടെ വന്നിട്ട് അതിന് പരിഹാരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതായത് വലിയുസ്താദിൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത്
ഇനി മഅദിനിൽ ഇങ്ങനെ ഒരാൾ അങ്ങോട്ടൊരു ഈ രാജ്യം സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ വല്യുസ്താദിന് സംഭവിച്ച ഒരു പ്രോബ്ലവും അയാൾക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വല്യുസ്താദിന് കാര്യമായിട്ട് പറ്റിയ ഒരു ചെറിയതാണ് ഭാഷാ സംബന്ധമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ വല്യുസ്താദ് ഇവിടെ വന്നിട്ട് വീണ്ടും ഭാഷയ്ക്കുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ കേരളത്തിൽ ഇന്നേ വരെ 19ഓളം യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ട് പോലും അതിലൊരു യൂണിവേഴ്സിറ്റിയിൽ പോലും സ്പാനിഷ് അക്കാഡമി ഉണ്ടായിട്ടില്ല. വല്യുസ്താദാണ് മാത്രമല്ല റഷ്യൻ, ചൈനീസ്, ജർമ്മൻ തുടങ്ങിയ ഇതര ഭാഷകൾ. വല്യുസ്താദാണ് അത് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും അത് പ്രൊമോട്ട് ചെയ്ത് വീണ്ടും കൊണ്ടുവരുന്നത്. പിന്നെ വല്യുസ്താദ് എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഏതൊരു സാധനം വാല്യബിൾ ആവണത് അത് അയാളെ കഴിവ് അതിനുള്ളിൽ നിന്ന് വരുമ്പോഴാണ്. ഇപ്പം കസ്തൂരി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോഴാണ് കസ്തൂരി നല്ല സുഗന്ധമുള്ളതാവണത്. കടലിൻ്റെ ഉള്ളിൽ നിന്ന് ആ മുത്തെടുക്കുമ്പോഴാണ് ആ മുത്ത് വാല്യബിൾ ആണത്. അതേപോലെ ഒരു മനുഷ്യൻ്റെ കഴിവ് അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് ആ മനുഷ്യൻ വാല്യബിൾ ആവുന്നത്. വേറെ എടുക്കുകയില്ല, നമ്മൾ സ്വയം അതിന് തീരുമാനിച്ച് നമ്മൾ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളത് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അതൊരു നല്ല കഴിവായി നമുക്ക് മാറുന്നത്. പിന്നെ തങ്ങൾ ഉസ്താദിൻ്റെ പരിശ്രമ ഭദ്രത നമ്മൾ വളരെയധികം നോക്കണ്ടായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ജീവിതം ഇതുവരെ എന്ന ചരിത്രത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. തൻ്റെ തങ്ങൾ ഷെയ്ഖുന ഉസ്താദിൻ്റെ അമ്മായി അങ്ങനെ ഒരു ദിവസം ഒരു സൽക്കാരം ഉണ്ടാവുകയാണ്. അതിൽ ആരാ നന്നായിട്ട് ബിരിയാണി വെക്കാമെന്ന് പറയുമ്പോൾ വലിയ ഷെയ്ഖുന ഉസ്താദിൻ്റെ ഏട്ടൻ പറയുന്നുണ്ട് ബാവ. അങ്ങനെയാണ് തങ്ങൾ വലിയ ഉസ്താദിനെ വിളിക്കുന്നത്. അങ്ങനെ പറയുകയും ഒന്നും അറിയില്ലായിരുന്നിട്ടും ഒരു പരിശ്രമത്തിന് മുതിരുകയും. അപ്പോൾ ഷെയ്ഖുന ഉസ്താദ് പറയുന്നുണ്ട് എനിക്ക് വ്യക്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അറിയുന്നുണ്ട്. പക്ഷേ അമ്മായി പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ വേറൊരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതൊന്ന് പരിശ്രമിച്ച് നോക്കാറുണ്ട്. അങ്ങനെ വാർപ്പിൻ്റെ മണ്ടി പോയിട്ട് കല്ലൊക്കെ എടുത്തിട്ട് ചെമ്പ് വെച്ച് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി അവസാന നിമിഷത്തിലെത്തി പിടിച്ചപ്പോൾ ചെമ്പ് വീഴുകയാണ്. അപ്പോൾ അടിയിലേക്ക് പോയി നോക്കിയപ്പോൾ അമ്മായി വെറുതെ പറഞ്ഞതാണ് പ്രോത്സാഹനത്തിൽ പറഞ്ഞതാണ്. അടിയിൽ വേറെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നെന്ന് നോക്കിയപ്പോൾ അടിയിൽ വേറെ ഭക്ഷണമല്ല, വെറും ബിരിയാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമതുണ്ടാക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തു. ഇത് അറിഞ്ഞപ്പോൾ നമ്മുടെ തങ്ങൾ വലിയ ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക ഉപ്പയാണ്. അങ്ങനെ ഇത് അറിഞ്ഞ ഷെയ്ഖുന ഉസ്താദിൻ്റെ ഉപ്പ സയ്യിദ് അഹമ്മദ് ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അദ്ദേഹം പിറ്റേന്ന് തന്നെ പോയിട്ട് താറാവിറച്ചി കൊണ്ടുവരാണ്. എന്നിട്ട് ഷെയ്ഖുന ഉസ്താദിനോട് പറയാണ് മോന് കറിയും ചോറുണ്ടാക്കാൻ പറയാണ്. ഇങ്ങനെ കുട്ടികളുടെ ഏത് പരിശ്രമത്തിനായാലും അതിന് പ്രോത്സാഹനം കൊടുക്കുകയും അങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് എത്തുകയും ചെയ്തത് ഷെയ്ഖുന ഉസ്താദിൻ്റെ വാപ്പയാണ്. അതേ മാതൃക തന്നെയാണ് ഷെയ്ഖുന ഉസ്താദ് സമൂഹത്തോട് കാണിച്ചിരിക്കുന്നത് വ്യക്തമായി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വലിയ ഉസ്താദ് ഒരു മാജിൻ തുടങ്ങിയത് ഒരു മതകലാലയം എന്ന രീതിയിലല്ല. മതകലാലയത്തെ ഉപേക്ഷിച്ച് കാലോചിതമായ മാറ്റം വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആർട്സ്, സയൻസ് തുടങ്ങിയ വിവിധ റോബോട്ടിക്സ് തുടങ്ങിയുള്ള വിവിധ മേഖലയുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള സ്ഥാപനം നമ്മൾ വലിയ ഉസ്താദ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പോളിടെക്നിക്, അതായത് എൻജിനീയറിംഗ് മേഖലയിൽ കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തോടെയാണ് പോളിടെക്നിക്, ആർട്സ് തുടങ്ങിയതെല്ലാം ഉസ്താദ് നിർമ്മിച്ചത്. അതെ വലിയ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ഉസ്താദ് ഈ ഒരു മഅദിൻ എന്ന പേര് വലിയ ഉസ്താദ് തുടങ്ങുന്ന സ്ഥാപനത്തിന് വെക്കണമെന്ന് വലിയ ഉസ്താദ് വിചാരിച്ച അന്ന് തന്നെ വലിയ ഉസ്താദ് തീരുമാനിച്ചതാണ് ഈ സ്ഥാപനത്തിൽ മതപഠനത്തിനോടൊപ്പം തന്നെ ഭൗതിക പഠനവും വലിയ ഉസ്താദ് കൊണ്ടുവരും. അത് കോണോമ്പാറിൽ വ്യക്തമായി പ്രതികരിച്ചു. നമ്മളെ അന്ന് ഉദ്ഘാടനം സുൽഫിക്കർ ഉസ്താദ് നിന്ന് അന്ന് സുൽഫിക്കർ ഉസ്താദ് പറഞ്ഞ് അന്ന് ഞങ്ങളെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പല അമുസ്ലിമായ വ്യക്തികളെയും തങ്ങൾ ഉസ്താദ് വിളിച്ചു വരുത്തിയത്. അപ്പോൾ പണ്ട് തന്നെ തങ്ങൾ ഉസ്താദിന് എല്ലാം അറിയണമെന്നുള്ള ഒരു ത്രാണി അത് ഉണ്ടായിരുന്നു, നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ജീവിതം എന്ന ബുക്കിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഉസ്താദ് റമദാനിലാണ് ഉസ്താദിൻ്റെ അടുത്ത വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം ചെയ്യുക. എന്നിട്ട് രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഓരോ പ്രവർത്തനങ്ങളുടെയും പേര് പറഞ്ഞ് അതിനുവേണ്ടി അത് കിട്ടാൻ വേണ്ടി അത് നടപ്പിലാക്കാൻ വേണ്ടി തൻ്റെ കുട്ടികൾക്ക് വേണ്ടി അത് നടപ്പിലാക്കണമെന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും അത് അടുത്ത വർഷം പ്രാവർത്തികമായ ചരിത്രവുമാണ് വലിയ ഉസ്താദ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു കാലത്ത് അന്ന് വലിയ ഉസ്താദ് വളരെ പ്രശ്നത്തിൽ ഏർപ്പെട്ട്, കാരണം അന്ന് ദമാമിലേക്ക് പോയപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇസ്ലാമോഫോബിയയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത്
അന്ന് തങ്ങൾ ഉസ്താദ് തെറ്റായൊരു ആ ആരോപണമായിരുന്നു ആരോപണമായിരുന്നു. ആ ഷെയ്ഖുൽ ഉസ്താദാണ് ഇന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉച്ചകോടികൾക്ക് പോയി, അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന് പോയി. ഇന്ത്യ എന്നല്ല, ഏഷ്യ തന്നെ പ്രതികരിച്ചുകൊണ്ട് വിവിധ സഭയിൽ ആഗോള പണ്ഡിതരുടെ മുൻനിരയിൽ ഇടം സ്ഥാപിച്ചത് വലിയുസ്താദിന്റെ ആ കഴിവ് കൊണ്ടാണ്. ഇനി ഈ ബുക്ക് വലിയൊരു പാഠശാലയാണ്. പക്ഷേ ഇത് പറഞ്ഞു തീരാൻ ദിവസങ്ങളെടുക്കും എന്ന് ഉറപ്പാണ്. ഓരോ വരികളിലും അനർത്ഥമായ സാമ്യതകളാണുള്ളത്.